ഹലോ നമസ്കാരം. അപ്പോൾ കുട്ടിക്കാലം കളർഫുള്ളാക്കിയ ഒരു കാർട്ടൂണായിരുന്നു ഹീമാൻ. വൈകുന്നേരം സ്കൂളൊക്കെ വിട്ട് വരുമ്പം ഒരു 4 മണി 5 മണിയെന്ന് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, നമ്മളെ സൂര്യ ടി വിയിൽ പ്രീമിയർ ചെയ്ത ഒരു കാർട്ടൂൺ കൂടിയാണ് ഹീമാൻ. ക്രൈസ്കൽ കോട്ടയുടെ ശക്തി എന്ന ഡയലോഗ് നിങ്ങൾ ആരും മറന്നു കാണില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം അതിൽ നിന്ന് വിളിച്ച് ശക്തി കൂടി വാ എന്നൊക്കെ പറയുമ്പം പീക്ക് ലെവല് എക്സ്പീരിയൻസ് ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. കാരണം നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഇതിൻ്റെ എക്സ്പീരിയൻസ് വേറെ ലെവലായിരിക്കും, ഹീമാൻ്റെ ട്രാൻസ്ഫോർമേഷനൊക്കെ. അപ്പോൾ ആ കാർട്ടൂണ് മാസ്റ്റേഴ്സ് ഓഫ് ദി യൂണിവേഴ്സ് എന്ന് പറഞ്ഞൊരു സിനിമയാക്കി 2026 ജൂൺ 6 റിലീസിന് ഒരുങ്ങുകയാണ്. ഇന്നലെയാണ് ഇതിൻ്റെ ട്രെയിലർ യാദർച്ഛികമായി കണ്ടുമുട്ടിയിട്ടുള്ളത്. വ്ളോഗേഴ്സോ റിവ്യൂസോ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. കാരണം എന്ന് വെച്ചാൽ അധികം ആരും ശ്രദ്ധിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. കാരണം ഇതിൻ്റെ സംവിധായകൻ ട്രെവിസ് നൈറ്റ് എന്ന് പറഞ്ഞ സംവിധായകനാണ്. ബംബിൾ ബി എടുത്ത അതേ സംവിധായകനാണ് ഈ സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ ഹീമനായിട്ട് വരാൻ പോകുന്ന നായകൻ എന്ന് പറയുന്നത് നമ്മൾ നിക്കോളസ് ഗിലിറ്റ്സ് എന്ന് പറയുന്ന നായകനാണ്. എനിക്ക് ആ നായകനെ പരിചയമില്ല. പക്ഷേ എനിക്ക് ആ നായകനെക്കാട്ടി ഇത്തുകൂടെ സൂട്ടായിട്ട് തോന്നിയെന്ന് വെച്ചാൽ എനിക്ക് റീച്ച സീരീസിലെ അലൻ റിച്ച്സൺ എന്ന് പറയുന്ന ആ നായകൻ ഇതിലോട്ട് വന്നിരുന്നെങ്കിൽ ഹെവി ആയിരുന്നു കുറച്ചുകൂടി. കാരണം എന്ന് വെച്ചാൽ ഹീമൻ എന്ന് പറയുന്നത് ക്യാരക്ടർ ഇത്തുകൂടെ മാസീവ് ബോഡിയും നല്ല ഒരു കമാൻഡർ പൊസിഷൻ തോന്നുന്നത്, കമാൻഡ് ചെയ്യുന്നൊരു വ്യക്തിയില്ലേ. അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിപ്പോയി. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ചോയ്സാണ് ഞാൻ പറയുന്നത്, എൻ്റെ കാഴ്ചപ്പാടാണ് ഞാൻ ഇവിടെ പറയുന്നത്. അപ്പോൾ സ്കെലട്ടനായിട്ട് അഭിനയിക്കുന്നത് നമ്മളെ മൊറിബസ് എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ച അതേ നായകനാണ്. അപ്പം എല്ലാം കൂടെ കൊണ്ട് ട്രെയിലർ നോക്കുമ്പോൾ നല്ലൊരു കളർഫുൾ ട്രെയിലറൊക്കെ തന്നെയാണ്. പിന്നെ എനിക്ക് ഈ സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോറ് 2011 ഓർമ്മ പറഞ്ഞത്. ഇവിടെ വാളാണെങ്കിൽ മറ്റവിടെ ചുറ്റിയില്ല, അത്രയേ ഉള്ളൂ വ്യത്യാസം. പിന്നെ ഇവിടെ ശപിക്കണമൊന്നുമില്ല, അവിടെ സർവൈവ് ചെയ്ത് പോകുന്നു, അത്രയേ ഉള്ളൂ സിനിമയെക്കുറിച്ച്, ഈ ട്രെയിലറെ കുറിച്ച് എനിക്ക് പറയാൻ. അപ്പം നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടെന്നും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.